അപ്പൊ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ സമയത്ത് അവളുടെ അച്ഛൻ ഒരേ നിർബന്ധം ഞങ്ങള് കാശ് എടുക്കണം. അല്ലല്ല പെണ്ണ് വീട്ടുകാർ അങ്ങനെയാണല്ലോ സാധാരണ. നാട്ടുനടപ്പ് ഞങ്ങൾ നോക്കും. ആയിക്കോട്ടെ നിങ്ങൾ നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പൊ അമ്മേനോട് പോയി പറഞ്ഞു, അമ്മ അവര് പറയുന്നുണ്ട് നടന്ന കാര്യമാണേ, എനിക്ക് ഞാൻ തള്ളുവെന്ന് പറയണ്ട. ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ അവരിങ്ങനെ പറയുന്നു, അവര് നോക്കിക്കോളാം, നമ്മളൊന്ന് ശ്രീനിവാസന്റെ മോനായിട്ട് ഞാനിങ്ങനെ നമ്മളെ വീട്ടിൽ നിന്നല്ലേ അവള്, കാരണം അവള് നമ്മളെ വീട്ടിൽ നിന്നാണ് ഹോസ്പിറ്റലിലോട്ട് പോയതൊക്കെ, നമ്മുടെ വീട്ടിൽ നിന്നിട്ട് നമ്മളല്ലേ ഇത് നോക്കേണ്ടത്, അപ്പോ നമുക്കങ്ങ് ചെയ്യാം. വിട്ടു, അതൊന്നും ഒരു കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര കാശ് വരും? കുറച്ച് ലക്ഷം, ഇത്രയും, അപ്പൊ ഇത്ര പൈസ, കുറച്ച് ലക്ഷങ്ങളുണ്ട് ആ പൈസ. അപ്പൊ ഞാൻ അമ്മ ഒരു കാര്യം ചെയ്യും, അതെന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്ക്. ഓക്കെ, ഇതിപ്പോഴല്ലേ 5 വർഷം 3 വർഷം ആ പൈസ ഞാൻ വാങ്ങിച്ചു. അവൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിൾ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്, പപ്പ, അവളച്ഛനെ ഞാൻ പപ്പ എന്ന് വിളിക്കാം. അപ്പൊ അവൾ ആശുപത്രിയില്ല, ഇങ്ങനെ ഒരു സംഭവം. അല്ല പറഞ്ഞു, ഞങ്ങള് അങ്കിള് ചെയ്താൽ മതി, അത് നമുക്ക് അവര് ചെയ്യുന്ന, ഞാൻ തനിക്ക് ആഗ്രഹമില്ല, ഞങ്ങളൊരു കാര്യം ചെയ്യും, ഇത്രയും ലക്ഷം എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട്. ഈ 2 സൈഡിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചു. ഓക്കെ, അമ്മയുടെ നിന്ന് വാങ്ങിച്ചു, അവളുടെ പപ്പയുടെ സ്വാഭാവികമായിട്ട് അവിടെ ബില്ലും പരിപാടിയൊക്കെ നമ്മളായിരിക്കുമല്ലോ നോക്കുക, കാരണം അവർ ട്രാൻഡ്രത്താ. അപ്പൊ അവരവിടെ നിന്ന് വന്ന ബാക്കി ബില്ല് സെറ്റിൽ ചെയ്യുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞു എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്ക്, ഞാൻ ചെയ്തോളാന്നുള്ള, ബാക്കിയുള്ളതൊക്കെ ഞാനാണ് ഇത് നോക്കിയത്. ഇത് അപ്പൊ അത്രയും പൈസ അതിന്റെ ഒക്കെ ഇതാക്കണം, ടാലി ആണല്ലോ. അങ്ങനെ ഞാൻ ഇത്രയും പൈസ വാങ്ങിച്ചു.